ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയറുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പുട്ട് കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം പാൻ ചൂടായിട്ട് വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് നന്നായിട്ട് പൊട്ടിക്കുക. കൂടെ തന്നെ 2 പട്ട, 2 ഗ്രാമ്പു, 2 കുരുമുളക് അതും ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, പിന്നെ വറ്റൽമുളക്, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു വലിയൊരു തക്കാളി എടുത്താൽ മതിയാവും. അതിനെ പീസസ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങി തക്കാളി സവാളയൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ പൊടികളാണ്. അപ്പോൾ ഇനി പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ എരിക്കനുസരിച്ചിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ആദ്യം തന്നെ ഞാനിവിടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പയർ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേവിച്ച പയർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മസാലയൊക്കെ പയറിൽ പിടിക്കുന്ന വിധം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനെ തീ കൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചുള്ള തിക്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പയറ് കറിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ട് തന്നെയാണ് കേട്ടോ. നല്ല ചൂട് അരിപ്പുട്ട് നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കറിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പുട്ടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഒരു പ്ലേറ്റിലേക്കിട്ട് അതിൻ്റെ കൂടെ നല്ല പയറ് കറിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. പുട്ട് കഴിക്കാൻ ഈ കറി പോലെ ബെസ്റ്റായിട്ടൊരു കറിയില്ല. പുട്ടും കടലയും പുട്ടും പയറ് കറി ഇതൊക്കെയാണ് അടിപൊളി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊച്ചുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. വളരെ ഈസിയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ.